ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. 2047 എല്ലാ ഇന്ത്യക്കാരുടെയും പിന്തുണയോടെ രാജ്യത്തെ വികസിതമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ നമ്മ മെട്രോ 3ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. പാർലമെന്റ് അംഗങ്ങൾക്കായി ന്യൂഡൽഹിയിൽ നിർമ്മിച്ച 184 ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. 5000 ചതുരശ്ര അടിയോളം വിസ്തീർണമുള്ള ഫ്ളാറ്റുകളാണ് ബാബ ഖഡക് സിംഗ് മാർഗിൽ നിർമ്മിച്ചിട്ടുള്ളത്. 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ രാജ്യത്തെ ജനങ്ങളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത്. ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി ലഡാക്കിൽ സൈക്കിൾ തിരങ്ക റാലി സംഘടിപ്പിച്ചു. ജമ്മു കശ്മീരിലും ഡൽഹി ത്യാഗരാജ സ്റ്റേഡിയത്തിലും തിരുവനന്തപുരം പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മധ്യപ്രദേശിലെ റായ്സനിൽ 1800 കോടി രൂപ ചെലവിൽ സജ്ജമാക്കുന്ന റെയിൽ നിർമ്മാണശാലയുടെ ശിലാസ്ഥാപനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചു. 60 ഹെക്ടറിലധികം വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന BEML റെയിൽ ഹബ്ബ് 5000-ലധികം പേർക്ക് തൊഴിൽ നൽകും. കേരളത്തിൽ ഭൂവിനിയോഗ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി നടത്തുന്ന സമുചിത വിള നിർണ്ണയ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. ലാൻഡ് റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം വെബ്സൈറ്റിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കും. കേരളത്തിൽ 11 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി വീണ ജോർജ്. ഇതോടെ സംസ്ഥാനത്ത് ഈ നേട്ടം കൈവരിച്ച സ്ഥാപനങ്ങളുടെ എണ്ണം 251 കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള IIST മികച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും വാർത്തെടുക്കുന്ന അതുല്യമായ സ്ഥാപനമാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ. വലിയമല IISTയുടെ 13ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന പുതിയ വീടിന് മന്ത്രി V. ശിവൻകുട്ടി തറക്കല്ലിട്ടു. മിഥുന്റെ അനുജന്റെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായി സർക്കാർ വഹിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പുതിയ തലമുറയിലെ കുട്ടികളെ കേരള ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറ്റുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫറോക്കിൽ നടന്ന ഡെസ്റ്റിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനൊപ്പം വനമേഖലയോട് ചേർന്നുള്ള ഉന്നതികളിലെ ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുകയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനം വന്യജീവി വകുപ്പിന്റെ സ്നേഹഹസ്തം മെഡിക്കൽ ക്യാമ്പ് തുഷാരഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മറ്റന്നാൾ വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. രാഹുൽ ഗാന്ധിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. കർണാടക മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് നോട്ടീസ് അയച്ചത്. ഒരു വ്യക്തി 2 ഇടങ്ങളിൽ വോട്ട് ചെയ്തെന്ന ആരോപണത്തിൽ സാധൂകരണം നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ പരിശോധന ആവശ്യമാണെന്ന് മന്ത്രി K. രാജൻ. കൃത്രിമങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണത്തിൽ മുൻ മന്ത്രി VS സുനിൽകുമാറിന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് അയച്ചു. അതേസമയം തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനാണ് CPIM കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. പ്രമുഖ സഹകാരിയും എഴുത്തുകാരനുമായിരുന്ന കാർത്തികപ്പള്ളിയിലെ പൊന്നമ്പത്ത് BK തിരുവോത്ത് വടകരയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. ജപ്പാനിൽ കിരിഷിമ പർവ്വതനിരയിലെ ഷിൻമോഡേക്ക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിന്റെ ഫലമായി 3 കിലോമീറ്ററിലധികം ഉയരത്തിൽ ചാരപ്പുക ഉയർന്നു. ആഫ്രിക്കൻ രാജ്യമായ ചാഡിൽ മുൻ പ്രധാനമന്ത്രി സക്സസ് മസ്രയ്ക്ക് 20 വർഷം തടവ് ശിക്ഷ. തലസ്ഥാനമായ എൻജാമനയിലെ ക്രിമിനൽ കോടതിയാണ് മസ്രയെ ശിക്ഷിച്ചത്. ഇന്ത്യയുടെ അണ്ടർ-20 വനിതാ ഫുട്ബോൾ ടീം 2026-ലെ AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. യാങ്കോണിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ മ്യാൻമറെ 1-0 തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ യോഗ്യത നേടിയത്. 20 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ടൂർണമെന്റ് പ്രവേശം. തായ്ലൻഡിലാണ് ഏഷ്യൻ കപ്പ് മത്സരങ്ങൾ. ഓണസമ്മാനം നൽകുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ് ലഭ്യമാക്കും. 500 രൂപയുടെയും 1000 രൂപയുടെയും കാർഡുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇതുപയോഗിച്ച് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ 31 വരെ വാങ്ങാം.
തിരിച്ചെത്തിയ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന സാന്ത്വന ധനസഹായ പദ്ധതിയുടെ ഭാഗമായി നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കിലെ അർഹരായവർക്കുള്ള അദാലത്ത് ഈ മാസം 23-ന് തൈക്കാട് നോർക്ക റൂട്ട് സെന്ററിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെയാണ് അദാലത്ത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.